പോലെ കാലം കഴിയുന്തോറും വീര്യം കൂടുന്ന ഒന്നാണ് പത്മരാജന്റെ സിനിമകൾ. ഒരു നല്ല കലാസൃഷ്ടിയുടെ അന്തിമ വിധി കൽപ്പിക്കപ്പെടുന്നത് ചിലപ്പോൾ വർഷങ്ങൾ കഴിഞ്ഞിട്ടാകും. അതിന്റെ പൂർണ്ണമായ അർത്ഥതലം വെളിപ്പെടുകയും അംഗീകരിക്കപ്പെടുകയും ചെയ്യുക ഒരു പുതിയ തലമുറ വരുമ്പോഴാകും. ഇത് പല പത്മരാജൻ സൃഷ്ടികൾക്കും ബാധകമാണ്. സിനിമകൾ ഇറങ്ങിയ കാലത്ത് വിമർശനങ്ങൾ, പിന്നെ കാലം മാറിമറിഞ്ഞ ശേഷം അംഗീകാരവും അഭിനന്ദനവും. ഏറ്റവും നല്ല ഉദാഹരണം തൂവാനത്തുമ്പികൾ തന്നെ. സിനിമ ഇറങ്ങിയപ്പോൾ വല്ല അഭിപ്രായമോ ചർച്ചയോ ഉണ്ടായില്ല. എന്നാൽ ഇപ്പോഴോ മലയാള സിനിമയിലെ എക്കാലത്തെയും കൾട്ട് ക്ലാസിക്കുകളിലൊന്നായി വാഴ്ത്തപ്പെടുന്നു. ജയകൃഷ്ണനും രാധയും ക്ലാരയും അവരുടെ മനോവിചാരങ്ങളും നിലപാടുകളുമൊക്കെ ചർച്ച ചെയ്യപ്പെടുന്നു. മുന്തിരിത്തോപ്പുകളിൽ കൂടെ പാർക്കാൻ സോഫിയെ കൂട്ടാൻ വേലി പൊളിച്ചെത്തുന്ന സോളമനും, മകന്റെ നടപടിയെ ഒരു ചെറു പുഞ്ചിരിയോടെ അനുഗ്രഹിക്കുന്ന അമ്മച്ചിയും, പെൺ സൗഹൃദത്തിന്റെ കരുത്തും മാറ്റും കാട്ടിത്തന്ന ദേശാടന കിളികളായ നിമ്മിയും സാലിയും, കാലത്തിനു മുന്നേ കടന്ന മറ്റ് പത്മരാജൻ കഥാപാത്രങ്ങൾ, നക്ഷത്രങ്ങളെ കാവൽ ആദ്യ നോവൽ, പ്രയാണം ആദ്യ തിരക്കഥ, സാഹിത്യ ലോകത്ത് നിന്ന് സിനിമാ ലോകത്തേക്ക് എത്തിപ്പെട്ട ജീനിയസ്, 15ഓളം നോവലുകളും 30ഓളം തിരക്കഥകളും എഴുതി. സ്വന്തം തിരക്കഥയിൽ പെരുവഴിയമ്പലം എന്ന സിനിമ ചെയ്തുകൊണ്ടാണ് സംവിധാനത്തിന്റെ തുടക്കം. കൂടവിടെ ഒരിടത്തൊരു ഫയൽവാൻ, അരപ്പട്ട കെട്ടിയ ഗ്രാമത്തിൽ, നവംബറിന്റെ നഷ്ടം, നൊമ്പരത്തിപ്പൂവ്, തൂവാനത്തുമ്പികൾ, അപരൻ, മൂന്നാം പക്കം, ഇന്നലെ, ഞാൻ ഗന്ധർവൻ, തകര, രതിനിർവേദം, ഇങ്ങനെ പോകുന്നു അദ്ദേഹത്തിന്റെ മാസ്റ്റർ പീസുകൾ. ഒരു സിനിമയും മറ്റൊരു സിനിമയെ ഓർമ്മിപ്പിച്ചതുപോലുമില്ല. ഒരു പ്രമേയത്തിലും മറ്റൊന്നിന്റെ പ്രതിഫലനം ഉണ്ടായതുമില്ല. ജയറാം, ഷാരി ഉൾപ്പെടെ പല താരങ്ങളെ മലയാളത്തിന് സമ്മാനിച്ചതും പത്മരാജനാണ്. ഒരിക്കലും പത്മരാജന്റെ കഥകൾ ഒരു കാലഘട്ടത്തിന് വേണ്ടി മാത്രമുള്ളതായിരുന്നില്ല. പത്മരാജന്റെ സിനിമകൾ എന്നും ക്ലാസിക്കുകളായി തന്നെ നിലനിൽക്കും.